നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ പരാജയപ്പെട്ടവർ അല്ലെങ്കിൽ തോറ്റ കുട്ടികൾ ഒരുപാട് അഭിപ്രായങ്ങൾ പലയിടത്തുനിന്ന് കേൾക്കുന്ന കുട്ടികളുണ്ട്. എന്നോട് പലരും മെസ്സേജ് അയക്കാൻ, നമുക്ക് എല്ലാ മെസ്സേജിലും വായിക്കാനോ അല്ലെങ്കിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാനോ സമയം ഒരിക്കലും കിട്ടാറില്ല. നല്ല നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളെ അച്ഛനും അമ്മയും പറയുന്ന ഒരു അഭിപ്രായം കാണും, ബന്ധുക്കൾ എല്ലാത്തിനും അഭിപ്രായം പറയാൻ എല്ലാവരും കാണും. പഠിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അന്നേരം സുഹൃത്തുക്കൾ പറയുന്ന അഭിപ്രായങ്ങളാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ +2 എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ജീവിതത്തിലെ മുഖ്യമായ ഘടകം. എല്ലാവരും 10ാം ക്ലാസ് എന്ന് പറയുന്നത് അല്ല. +2 കൊണ്ടേ നമ്മൾ ജീവിതത്തിൽ അടുത്തൊരു കോഴ്സ്, മെയിൻ ഒരു കോഴ്സ് എടുത്ത് പഠിക്കണമെങ്കിൽ +2 വേണം. അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ എടുത്ത് കിട്ടണം, +2 വേണം. അന്നേരം +2 നിങ്ങൾ കരസ്ഥമാക്കാനാണ് ആദ്യം എല്ലാ കുഞ്ഞുങ്ങളും മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറപ്പിക്കുക. അതിനായിട്ട് ചെറിയ കോഴ്സ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. 6-7 മാസമുണ്ട്. മാർച്ചിലാണ്. 6-7 മാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫെബ്രുവരിയിൽ നിന്ന് പഠിച്ചാൽ നടക്കത്തില്ല. ഇപ്പം മുതലേ പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നല്ലപോലെ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ട് പഠിക്കും. നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ടും പഠിച്ചു പോകും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അതാണ് പറഞ്ഞു വരുന്നത്. കാരണം ചുമ്മാതെ പഠിച്ചാൽ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റത്തില്ല. ആ ടെക്സ്റ്റ് 2 ടെക്സ്റ്റ് മൊത്തം പഠിച്ചാൽ ഫിസിക്സോ കെമിസ്ട്രിയോ അക്കൗണ്ടൻസിയോ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് വേണ്ടത് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഒരു മാക്സിമം ഞാൻ പറയാം, ഏത് വിഷയമാണെങ്കിലും 5 മുതൽ 10 മണിക്കൂറിനിടയിലുള്ള ക്ലാസ്സുകൾ മതി. ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുവാണെങ്കിൽ 10 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. അവിടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയി ഡബിൾ പാസ് മാർക്കല്ല, ഞാൻ മിനിമം 45 മുകളിലോട്ടേ മാർക്ക് 40 മാർക്കുള്ള ഉറപ്പിക്കാം. 45 മാർക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്ക് 45 മാർക്കിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 60, 80 നിങ്ങൾക്ക് 60 മുകളിൽ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഫുള്ള് കിട്ടേണ്ടവർക്ക് ഫുള്ള് കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് ഉറപ്പുള്ളതാണ്. പക്ഷേ ദൈവമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ദൈവമാണ് വന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കണം. അവിടെ രക്ഷാർത്ഥത്തിന് പഠിക്കാൻ പറ്റത്തില്ല, ഗുരുക്കന്മാർക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പഠിക്കണം. കാരണം നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. നിങ്ങളുടെ തല വന്ന് ഇടിച്ച് തകർക്കാൻ പറ്റും. നിങ്ങൾ തോറ്റുപോ? ഇല്ല. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ, തോറ്റുപോയവരുടെ മുമ്പിൽ നിങ്ങൾ വിജയിച്ച് കാണിച്ച് അടുത്ത കോഴ്സ് എടുത്ത് ഗംഭീരമായൊരു ജോലി കിട്ടി തിരിച്ചു വരുമ്പോൾ ഇതൊന്നും ഒരു കാര്യമല്ലേ? അങ്ങനെ വേണം പഠിക്കാൻ. കാരണം നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ബാച്ചസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നു. എല്ലാ ഒന്നിനാടും, അതായത് ഇപ്പം ബുധനാഴ്ച പുത്തൻ ബാച്ചുണ്ട്, വെള്ളിയാഴ്ച ബാച്ചുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച ബാച്ചസ് ഉണ്ട്, എല്ലാ ദിവസവും ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടും. ഒരു ടെൻഷൻ വേണ്ട. ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സേ എക്സാം എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 5 മണിക്കൂർ മുതൽ 10 മണിക്കൂറിനിടയിലുള്ള ക്ലാസ്സുകൾ മാത്രമേ മൊത്തത്തിൽ എത്രയേ ഉള്ളൂ ഒരു സബ്ജക്റ്റിന്. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ 5 മണിക്കൂർ മുതൽ 10 മണിക്കൂറിനിടയിൽ ക്ലാസ്സേ ഉള്ളൂ. അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ പോലും 10 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂറേ കാണത്തുള്ളൂ. 10 ഞാൻ മാക്സിമം പറഞ്ഞാൽ. അന്നേരം യഥാർത്ഥത്തിൽ പഠിക്കുകയാണെങ്കിൽ 10, 50, 60 മണിക്കൂർ പഠിക്കണമായിരിക്കും. അതിൻ്റെ വളരെ കുറച്ച്. അന്നേരം ഏത് കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ജയിക്കും. നിങ്ങൾക്ക് പറ്റത്തില്ലേ? പറ്റും, ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓൺലൈൻ്റെ റെഗുലർ ബാച്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. സേ ബാച്ചിൽ 99.9% പേര് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അതുപോലെ കഷ്ടപ്പെട്ടിട്ടും അധ്യാപകർ അതുപോലെ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുമാണ് ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ റിസൾട്ട് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇട്ടായിരുന്നു. ഫോട്ടോസ് എല്ലാവരുടെയും ഇട്ടിട്ടില്ല. അത് പതുക്കെ ഇടും. അതെന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ബാച്ചസ് നിങ്ങൾക്ക് ചേരാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, കൂടുതലൊന്നും +1ഉം +2 പോയിട്ടുള്ളവരുണ്ട്. അതിന് ഒരു പ്രശ്നവും ഇല്ല. ഒരു ദിവസം 1.5 മണിക്കൂർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ചാൽ മതി. അങ്ങനെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 2 മാസം തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കും. +1ഉം +2ഉം പോയൊന്നും ഒരു വിഷയമേ അല്ല. വിഷയം നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള എല്ലാ കാര്യങ്ങളും മാഷ് ഒരുക്കി തരും. നിങ്ങൾ റെഡിയാണ്, മാഷും റെഡിയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? അന്നേരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടവർക്കെല്ലാം ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, +1ൻ്റെ ഏത് സബ്ജക്റ്റ്, +2 ഏത് സബ്ജക്റ്റ്. +2 മാത്രമാണെങ്കിൽ അത് കൊടുക്കുക, +1 മാത്രമാണെങ്കിൽ കൊടുക്കുക. വ്യക്തമായിട്ട് അത് മെസ്സേജ് ആയിട്ട് ചെയ്യണം. വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടത് വായിക്കാനുള്ള സമയം, കേൾക്കാനുള്ള സമയമില്ല. അന്നേരം പഠിക്കാം. ഒരുമിച്ച് നമുക്ക് നമ്മളെ താഴ്ത്തി പറഞ്ഞവരെയും കുറ്റം പറഞ്ഞവരെയൊക്കെ ഒരുമിച്ച് നമുക്ക് പൊരുതി തോപ്പിക്കാം. അതല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. അന്നേരം ജീവിതത്തിൽ ഏറ്റവും വലിയ കടമ്പയായിട്ടുള്ള, അന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്ത ഡിഗ്രി ബിടെക് അല്ല, +2 ഇല്ലാതെ ഇതിലോട്ടൊന്നും പോകാൻ പറ്റില്ല. അന്നേരം ഒരുമിച്ച് നിന്ന് കരുത്തോടുകൂടി നമുക്ക് കരുത്ത് തെളിയിക്കണം. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാഷ് 100 ഇരട്ടിയല്ല 1000 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ കുഞ്ഞുങ്ങളെല്ലാം ജയിക്കുന്നുള്ള ഉറപ്പോടുകൂടി, പ്രാർത്ഥനയോടുകൂടി മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.